എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കസ്റ്റമറിന് ഇതാ ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞു. ആയിക്കോട്ടെ, നമുക്കൊന്ന് കറങ്ങിയിട്ട് ബോൾഗാട്ടി ഗോശ്രീ പാലൊക്കെ ഒന്ന് കാണുന്നുണ്ട്. നമ്മളിതാ ഇങ്ങനെ ഹൈക്കോർട്ടിലേക്ക് ഏകദേശം നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് നമ്മളിപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കറ്റമരൻ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ അവിടുന്ന് നമ്മുടെ വേറൊരു കറ്റമരൻ ഇതാ വരുന്നു. കറ്റമരൻ, നമ്മുടെ കറ്റമരനാണ് വരുന്നത്. കണ്ടോ ഗൈസ്, എവിടേക്കുള്ളതായിരിക്കും? മട്ടാഞ്ചേരി ആയിരിക്കുമോ? ഫോർട്ട് കൊച്ചി ആയിരിക്കുമോ? ഗസ് അടിക്കും, നിങ്ങൾ ഗസ് അടിക്കൂ. ഈ വരുന്ന കറ്റമരൻ എങ്ങോട്ടുള്ളതാണ് എന്നുള്ള ഗസ് അടിക്കൂ. അതിൻ്റെ പിന്നിലൊരു ഫിഷിംഗ് ബോട്ടും വരുന്നുണ്ട്. നമ്മുടെ കറ്റമരനെ കണ്ടു ഗൈസ്. നമ്മുടെ കറ്റമരൻ പോകുന്നു. മട്ടാഞ്ചേരിയാണോ? മട്ടാഞ്ചേരി ഇതാ അതിൻ്റെ പിന്നിൽ ഇതാ ഒരു ഫിഷിംഗ് ബോട്ട് പോകുന്നു. നല്ല കാര്യം, ഫ്രെയിമും കണ്ടോ, അടിപൊളി ഫ്രെയിമില്ലേ ഫിഷിംഗ് ബോട്ട്. അതിൻ്റെ മുമ്പിൽ നമ്മുടെ കറ്റമരൻ എന്താ പോകുന്നു. ഇത് മിക്കവാറും നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്തോട്ടായിരിക്കും പോകുന്നത്. ഇത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ്. ഇതാ അടുത്തൊരു ഫിഷിംഗ് ബോട്ട് ഇതാ കയറി വരുന്നു. അമ്മേ ചേട്ടപ്പരേ, സിസ്റ്റർ അൽഫോൺസ. ബോട്ട് കാഴ്ചകളുടെ ചാകര ഒരുക്കിക്കൊണ്ട് ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഇതാ അവിടെ കിടപ്പുണ്ട്. ഒരു കൂറ്റൻ ഷിപ്പും വലിയ ഷിപ്പും ഒരു കുഞ്ഞു ഷിപ്പും. നല്ല ഓണം നല്ല ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ഓണം മാടിയോലയും വലിച്ചിട്ടാണ് നമ്മുടെ ബോട്ട് എല്ലാ കറ്റമരം പോകുന്നത്. എൻ്റെ ദൈവമേ, ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. റോളർ കോസ്റ്റർ റൈഡ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് ഹൈക്കോർട്ടിലോട്ടോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ടു ഹൈക്കോർട്ട് വാട്ടർ പെട്രോളിൽ യാത്ര ചെയ്താൽ മതി. പക്ഷെ എൻ്റെ പൊന്നോ, എന്ത് കുളത്തള്ളല, ശരിക്കും പേടിയാവുന്നു ഗൈസ്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നോക്കിയാൽ കാണാം നമ്മുടെ കറ്റമരൻ നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഓളത്തള്ളലാണ്. കാരണം ബിസി റൂട്ടാണത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്രയും തള്ളൽ വരുന്നത്. ഓണം തള്ളൽ ഏറ്റവും കൂടുതലുള്ള സ്പോട്ടാണിത്. ഇതാ നോക്കൂ, എത്രയോ ബോട്ടുകൾ, എത്രയോ കപ്പലുകൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പല ഡയറക്ഷനിൽ നിന്നും ഇങ്ങനെ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ മനോഹരമായ കാഴ്ചകൾ. കുറേ കപ്പലുകൾ നമ്മുടെ പോർട്ടിലോട്ട് അടുക്കാനായിട്ട് കാത്തിരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നമുക്കിത് മിസ് ചെയ്യാൻ പാടില്ല. കാരണം
ഇന്ന് നമുക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. തീരെ ഒരു സുഖമില്ല. ഇപ്പം എന്തായാലും റൂമിലിരുന്നിരുന്ന് മടുത്തു. ഇന്നലെ മൊത്തം റൂമിലായിരുന്നു. അപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കറ്റമറിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ വല്ലാർപ്പാടമല്ലേ ഇത് ഗൈസ്? ഈ കാണുന്നത് നമ്മുടെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണോ എന്നൊരു സംശയമുണ്ട്. ആയിരിക്കും. നമ്മൾ വണ്ടിമേ വരുമ്പോൾ കാണുന്ന പോർട്ടാണിത്. വണ്ടിമേ വരുമ്പോൾ നമ്മളെപ്പോഴും നാട്ടിലോട്ട് പോകുമ്പോൾ കാണാറുണ്ട് നമ്മുടെ ഈ ഒരു. എനിക്കൊരു പ്ലാനുണ്ട് ഗൈസ്, ഒരു പ്രൈവറ്റ് ബോട്ടിൽ ഇതുപോലെ യാത്ര ചെയ്യണം. നല്ലൊരു ആഗ്രഹമുണ്ട് എനിക്ക്, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിനൊക്കെ ഈ വീഡിയോയിൽ അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇതുപോലെയുള്ള പ്രൈവറ്റ് ബോട്ടുകളിൽ നമ്മൾ യാത്ര ചെയ്യും. അതൊരു വൈബാണ് കേട്ടോ. അതായത് സൺസെറ്റ് ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമ്മുടെ കൊച്ചിയിൽ. അവിടെ അതിൽ നമുക്ക് ഈസി ആയിട്ട് സന്ധ്യ നേരത്ത്, അതായത് സൺസെറ്റിന് ശേഷം കായലിലൂടെ ബോട്ട് യാത്ര നടത്താൻ പറ്റും. പക്ഷെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്രയാണെന്നൊന്നും അറിയില്ല. ഭാവിയിൽ നമ്മൾ നടത്താൻ പ്ലാൻ ഇടുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി വെറൈറ്റിയായ യാത്രാ അനുഭവങ്ങൾ നമ്മുടെ എല്ലാ ബ്ലോഗിലുമായിട്ടൊക്കെ വരും. ഇതാണ് നമ്മുടെ ഇത് വല്ലാർപ്പാടം തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. ഈ പോട്ട് ഏതാണെന്നൊന്ന് ഗസ് ചെയ്യുക. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതന്നെ DFC വേൾഡ് നമ്മുടെ വല്ലാർപ്പാടമാണ്. എത്ര കണ്ടാലും മതി വരില്ല. ഞാൻ എത്ര തവണ ഈ ഒരു പോർട്ടിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. വണ്ടിയിൽ പോകുമ്പോഴും ഇതുപോലെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴും വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണെന്ന് തോന്നുന്നു മംഗളവനം ഏരിയ. കാണുന്നതാണെന്ന് തോന്നുന്നു മംഗളവനം ഏരിയ. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കൊച്ചിയിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് തന്നെയല്ലേ മംഗളവനം എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. DFC വേൾഡ് ഇതാണ് നമ്മുടെ ഇപ്പം കൺഫേമായി വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് എന്നുള്ളത്. ഇത് നമ്മുടെ മംഗളവനം ബേർഡ് സാങ്ച്വറിയാണ്. ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ, എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരു ബേർഡ് സാങ്ച്വറി ആണെന്നുള്ളതൊരു ഇതുണ്ട്. ശരിക്കും കൊച്ചിയിലെ ജീവനാടി തന്നെ ഈ ഒരു മംഗളവനത്തിന് പറയുന്ന ഇതാ നമ്മുടെ അടുത്ത ആൾ വരുന്നുണ്ട്. അടുത്ത ആൾ ഇതാ കയറി വരുന്നു. വാട്ടർ മെട്രോ വെൽക്കം ടു ആ ഒരു ഫ്രെയിം അടിപൊളി. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഹൈക്കോർട്ടിലേക്ക് എത്തിച്ചേരും. നമ്മുടെ കറ്റമരം ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ടിലേക്ക് നമ്മുടെ കറ്റമരൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിനെ കറ്റമരൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു ഇതിന് വെസലിന് അടിയിൽ 2 ഹള്ളുകളുണ്ട്. അപ്പോൾ ഈ ഹള്ളിൻ്റെ ബാലൻസിലാണ് ഈ ഒരു കറ്റമരം പോകുന്നത്. അതായത് നമ്മുടെ രണ്ട് വഞ്ചികൾ ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു 2 വഞ്ചികൾ ചേർത്ത് വെച്ചിട്ട് അതുമൊരു പ്ലാറ്റ്ഫോം വെച്ചാൽ എങ്ങനെ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ ഒരു വാട്ടർ മെട്രോയിലുള്ളത്. അതിൻ്റെ മേലെ നല്ല രീതിയിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് അതും ഇതുപോലെയുള്ള ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ട് ആണ് ഇങ്ങനൊരു നമ്മുടെ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പാലം ഏതാണ് എന്നറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ വൈപ്പിൻ പാലമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആയിരിക്കണം, മിക്കവാറും ഇത് വൈപ്പിൻ പാലമായിരിക്കണം. അത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ വൈപ്പിൻ പാലമാണോ എന്നൊരു ഡൗട്ടുണ്ട്. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ് പോകുന്നത് പാലം.
അല്ല, ഗോശ്രീ പാലം അത് മറന്നുപോയി. ഗോശ്രീ പാലമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആകണം സ്ഥലത്തിൻ്റെ ഇത് ലൊക്കേഷൻ വെച്ചിട്ട് ഇത് ഗോശ്രീ പാലമാവാനാണ് സാധ്യത. അതെ, ഇത് നമ്മുടെ സ്വന്തം ഗോശ്രീ പാലമാണ്. നമ്മൾ എത്ര തവണ ഈ പാലത്ത് കൂടെ കയറി വണ്ടിയിൽ പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഏറ്റവും അധികം നാട്ടിലോട്ട് പോകുന്നത് ഈ വഴിയാണ്. ഇനി നമ്മൾ നാട്ടിലോട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് വാട്ടർ മെട്രോയിലൂടെ ഇതുപോലെ ഇത് കണ്ടോ, അത് തന്നെയാണ്. ഇത് കണ്ടോ അവിടെ കണ്ടോ ഒരു ഫെറി കിടക്കുന്നത് കണ്ടോ? ഇത് നമ്മുടെ ഗോശ്രീ പാലമാണ് കേട്ടോ ഗൈസ്. നമ്മുടെ സ്വന്തം ഗോശ്രീ പാലത്തിൻ്റെ വ്യൂ. ഇതാ ബസ്സൊക്കെ പോകുന്നത് കണ്ടോ? നമ്മുടെ ചെക്കന്മാർ പോകുന്നു. കണ്ടോ? നമ്മുടെ ചെക്കന്മാർ പോകുന്നു കണ്ടോ? ഒരു സ്പീഡിലാണ് പോകുന്നത്. കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇപ്പം തോന്നുക വീട്ടിൽ പോയാലോ. സത്യമായിട്ട് ഗൈസ് ഇപ്പം വീട്ടിൽ പോകാനാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ആംബുലൻസ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ വണ്ടികൾ. ബസ് വീണ്ടും ബസ് പോകുന്നു കണ്ടോ? ആ നീല കളർ കാണുമ്പോൾ അറിയാം പ്രൈവറ്റ് ബസ്സാണെന്ന്. ഈ റൂട്ടിൽ KSRTC ഉണ്ട് കേട്ടോ. ആ ഒരു പാലത്തിൽ കൂടെ KSRTC സർവീസും ഉണ്ട്. മിക്കവാറും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കാണ് സർവീസ് വരുന്നത്. കൊടുങ്ങല്ലൂർ പറവൂർ ഭാഗങ്ങളിലേക്കാണ് സർവീസ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഗോശ്രീ പാലത്തിനെ ഒരിക്കൽ കൂടി കണ്ടു. ശരിക്കും ഒരു 3 സെറ്റ് ഓഫ് പാലമാണ് ഈ ഗോശ്രീ പാലം എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ, ഹൈക്കോർട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോകും. സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ കുറച്ച് എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ പാലം വരും. അത് കഴിഞ്ഞിട്ട് 2 സെറ്റ് ഓഫ് പാലം വരും. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ പാലം വരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഗോശ്രീ പാലം. ഇത് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. കാരണം ഒത്തിരി ദൂരെയാണ്. കാരണം സൂം ചെയ്യാം. ഇതാണ് നമ്മുടെ ഗോശ്രീ പാലം. അവിടെ ഒരു ഹൗസ് ബോട്ട് കിടക്കുന്നത് കണ്ടോ? ഞാൻ അന്ന് ഇതുപോലെ ഒരു ദിവസം പോയപ്പോൾ കണ്ടോ? കൊച്ചിയിലെ ഹൗസ് ബോട്ടൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. നാളെ നമ്മൾ വാട്ടർ മെട്രോനെ കണ്ടില്ല. പക്ഷേ നമുക്കത് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ നമ്മൾ ഒരുപാട് കണ്ടില്ല. ഗോശ്രീ പാലത്തിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ് ഗൈസ്. അപ്പം മൊത്തം പറയണി അടിപൊളിയാണ്. കൊച്ചിയിലും ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. ആലപ്പുഴയിലും മാത്രമല്ലാതെ കൊച്ചിയിലും ഹൗസ് ബോട്ട് ഉണ്ട്. എൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഹൗസ് ബോട്ടുകൾ. അപ്പോൾ അതാ നമ്മളിനി അല്പസമയത്തിനുള്ളിൽ ഇത് ബോൾഗാട്ടിയാണോ എന്നൊരു സംശയമുണ്ട്. ഇത് ബോൾഗാട്ടി പാലസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇത് ഐ തിങ്ക് ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് ആണോ? ഇത് മിക്കവാറും ബോൾഗാട്ടി പാലസ് ആയിരിക്കും. ഞാനും ഇവിടേക്കും വരണമെന്ന് ഒരുപാട് സ്പീഡ് ബോട്ടിൽ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. കുറച്ചുകൂടി സൂം കുറച്ചിട്ട് കാണിച്ചത്. ഇതാണെന്ന് തോന്നുന്നു ബോൾഗാട്ടി പാലസ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മുടെ ജങ്കാറ് പോകുന്നു. ജങ്കാറ് എനിക്ക് തോന്നുന്നു ഇത് എവിടേക്കാണ് പോകുന്നത്. ഒരുപാട് കാഴ്ചകൾ കണ്ടു.
ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജങ്കാറാണ് പോകുന്നത്. നമ്മളൊരു തവണ യാത്ര ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇനിയും രണ്ട് തവണ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ട്രക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. കണ്ടോ ഇതിൽ, അതായത് എല്ലാ വാഹനങ്ങളും ഈ ഒരു ഇതിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫെയർ ഉണ്ട്. അവർ പറയുന്ന ഫെയർ നമ്മൾ അടച്ചാൽ മതി. എനിക്ക് തോന്നുന്നു 150 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു വലിയ വാഹനങ്ങൾക്ക് വരുന്നത്. ഞാനത് റേറ്റ് കണ്ടിരുന്നു അവിടെ. എപ്പോഴെങ്കിലും നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, മേനകയിലൊന്നും പോവാം. കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളിവിടെ നിന്ന് തിരിച്ച് മട്ടാഞ്ചേരിക്ക് പോകും. ഇവിടെ ചക്കം വരുന്നത് കണ്ടോ ഗൈസ്? എത്ര കണ്ടു നമ്മുടെ കറ്റമലിന്. നമ്മൾ എത്ര വാട്ടർ മെട്രോനെ കണ്ടു, എത്ര ഫിഷിംഗ് ബോട്ടിനെ കണ്ടു, ജങ്കാറിനെ കണ്ടു, ഹൗസ് ബോട്ടിനെ കണ്ടു. അങ്ങനെ ഒരുപാട് ഇത് ശരിക്കും ബിസി ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു ബിസി ഡേ ആണ്. നമ്മുടെ ഈ ഒരു സ്ട്രെച്ചിൽ ഭയങ്കര ബിസിയാണ് ഈ റൂട്ട്. ശരിക്കും ഇതൊരു നമ്മുടെ NH നാഷണൽ ഹൈവേ പോലെയാണ് ഇത്. ശരിക്കും ഇതൊരു വാട്ടർ നാഷണൽ ഹൈവേ എന്ന് പറയാം ഇതിന്. അതുപോലെ നമ്മൾ ഹൈക്കോർട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ പോയിട്ട് കാറ്റൊക്കെ കൊണ്ട് മേലിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാ നമ്മുടെ ജങ്കാറും അങ്ങോട്ട് പോകുന്നു, കറ്റമരൻ അങ്ങോട്ടും പോകുന്നു. കറ്റമരൻ മിക്കവാറും മട്ടാഞ്ചേരി ഭാഗത്തേക്കായിരിക്കും പോകുന്നു. അവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളും. പിന്നെ ഇതാണ് നമ്മുടെ ടെർമിനൽ വരുന്നത്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോർട്ട് പതുക്കെ അങ്ങോട്ട് ഓട്ടോമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോ അടുക്കുന്നതിൻ്റെ ഈ ഒരു ഇതിന് പോണ്ടൂം എന്നാണ് പറയുക. നമ്മുടെ കറ്റമരൻ, ഇതാണ് നമ്മുടെ ചാർജിങ് യൂണിറ്റ് വരുന്നത്. കണ്ടോ, ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് ഹൈബ്രിഡാണ് കേട്ടോ. ലാൻഡ് ചെയ്തു നമ്മുടെ ലാസ്റ്റ് വിശ്വാസമാണ്. വലിയ തുറ, ഓരോ ഇതിനും ഓരോ പേരുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഇവിടുന്നൊരു ഹൈക്കോർട്ട് വരെയുള്ള യാത്ര നമ്മുടെ സ്വന്തം വാട്ടർ മെട്രോയിൽ. നമ്മുടെ കറ്റമരൻ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കറ്റമരൻ എങ്ങോട്ടാണ് തിരിയുന്നത്? എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകളായിരുന്നു മട്ടാഞ്ചേരിയിലെ ഈ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷനിൽ. കാരണം ഒരു തിക്കോ തിരക്കോ ഒന്നുമില്ല. സൈലൻ്റായിട്ട് നമുക്ക് എത്ര സമയം വേണം സ്പെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ, നമ്മുടെ ഈ യാത്ര കഴിയുമ്പോൾ നമ്മളിവിടുത്തെ ഫെസിലിറ്റീസൊക്കെ നമ്മൾ എന്തായാലും കാണിച്ച് ചെയ്യുന്നുണ്ട് നമ്മളൊരു വീഡിയോ. ഇതാ നമ്മൾ കൊച്ചിൻ പോർട്ടിനോട് ചേർന്ന ഭാഗത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ടോ ഗൈസ്? പച്ച കളർ കപ്പൽ അവിടെ കിടക്കുന്നുണ്ട്.
നമ്മുടെ ബോട്ട് വെയിലത്തായിരുന്നു, നല്ല ചൂട് പിടിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു 2 ട്രിപ്പ് നമ്മൾ നമ്മുടെ ബോട്ടിൽ നമ്മുടെ കറ്റമരത്തിൽ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ 2 ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഹബിനോട് ചേർന്നുണ്ട്. Don't go there. You are not allowed to go there. ഈസി റൂട്ടായതുകൊണ്ടാണ് നമ്മുടെ കറ്റമരൻ ഇങ്ങനെ ഹോണടിച്ച് പോകുന്നത്. കാരണം ഏത് സമയവും വലിയ വലിയ കപ്പലുകളും അതുപോലെ തന്നെ ഓളം തള്ളൽ കണ്ടോ ഗൈസ്, നല്ല ഓളം ഉണ്ട് കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത് ഇങ്ങനത്തെ റൂട്ടുകളാണ്. ഫോട്ടോശീല ഒട്ടുമിക്കവരെല്ലാവരും പോയിട്ടുണ്ടാവും 1 തവണ അല്ലെങ്കിൽ 2 തവണ. പക്ഷെ മട്ടാഞ്ചേരി ഇതാണ് നമ്മുടെ, അതാ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെർമിനലുകളിലോ ഒന്നാണത്. കാരണം ആ ഭംഗിയും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും, മൊത്തത്തിൽ മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഫോർട്ട് കൊച്ചിയിലെ പോലെയുള്ള റഷോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. നമുക്ക് മനസ്സ് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യം. അതുകൊണ്ടോ ഗൈസ്, ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടാണ്. നമ്മുടെ ബോട്ടിന് അവിടെ സ്റ്റോപ്പുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് പോകാമെന്നുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാത്തത്. ഞാനൊരു ദിവസം നമുക്ക് ഞായറാഴ്ച പോകണം വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാനുള്ളത് ഈ ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മളടുത്ത സ്റ്റോപ്പ് വരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡാണ്. ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ പിടിച്ചത്. വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് എറണാകുളത്ത് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടു ഗൈസ്, എത്ര കപ്പലുകളാണ് വന്ന് കിടക്കുന്നത് കണ്ടോ. എത്ര കപ്പലുകൾ, 1 2 ഒന്നുമല്ല, ഒത്തിരി കപ്പലുകൾ. ബോട്ട് കിടക്കുന്നു. ഇതാണ് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ്. വില്ലിംഗ്ടൺ ഐലൻഡാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ചിലപ്പോൾ ഉച്ചയ്ക്ക് കയറി തിരിച്ചു പോകണമെങ്കിൽ നമുക്ക്
ബോട്ട് അങ്ങോട്ട് പോകുന്നു, ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതാണ് നമ്മുടെ മട്ടാഞ്ചേരി. അയ്യോ ബോട്ട് ശരിക്കും നല്ല തട്ടമ്പറ മൂവ് ചെയ്യുന്നുണ്ടോ? പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക്